ഓൾറെഡി 25 വർഷം പിന്നിടുമ്പോൾ ഞങ്ങൾ ഒരുപാട് ബിസിനസ് ചെയ്തപ്പോൾ ഞങ്ങൾ കാറ്ററിംഗ് കമ്പനി ആയിക്കോട്ടെ, ഹോട്ടൽ ആയിക്കോട്ടെ, സൂപ്പർ മാർക്കറ്റ് ആയിക്കോട്ടെ, ഇ-കൊമേഴ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം ചെയ്യുമ്പോഴും മുകളിൽ നാട് പറയുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ പണിയല്ല, നിങ്ങളുടെ പണി ഇങ്ങനെ ഹോട്ടലോ സൂപ്പർ മാർക്കറ്റോ ഇ-കൊമേഴ്സോ അല്ല. ദൈവം നിങ്ങൾക്ക് വേണ്ടി വേറെന്തോ എപ്പോഴും മനസ്സിൽ പറയാറ്, ഇതല്ല നിങ്ങളുടെ ജീവിതം, നിങ്ങളെ ഈ ഭൂമിയിലേക്ക് നിയോഗിച്ചിരിക്കുന്നതല്ല. അപ്പോൾ ഞങ്ങൾ തിരഞ്ഞത് എന്താണ്? ഞങ്ങള് ഇവിടെ പറയുന്നത്, ദൈവം ഭൂമിയിലേക്ക് ഓരോരുത്തരെ ഇവിടെ സൃഷ്ടിക്കുമ്പോൾ അവർക്കെല്ലാം ഓരോ നിയോഗങ്ങളുണ്ട്. ഇവിടെ നിങ്ങൾക്കറിയാം, റൈറ്റ് ബ്രദേഴ്സ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാൻ ജീവിച്ചപ്പോ, എഡിസൺ അല്ലെ ബൾബ് കണ്ടുപിടിക്കാൻ ജീവിച്ചപ്പോ, ഇതേമാതിരി പലർക്കും പല നിയോഗങ്ങളാണ്. ഞങ്ങൾ വിചാരിച്ച് ഞങ്ങളുടെ നിയോഗം ഇതേപോലെ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുത്ത് പൈസ മേടിക്കാൻ അതായിരുന്നു എന്നായിരുന്നു. പക്ഷേ പിന്നീടാണ് മനസ്സിലായത്, ഇപ്പൊ ഞങ്ങൾ നിയോഗിച്ചിട്ടുള്ളത് ഇവിടെ ഒരുപാട്, ഇവിടെ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് വലിയ രീതിയിൽ ജീവിക്കുന്ന ആഗ്രഹമുണ്ട്, പക്ഷേ അതിനുള്ള അവസരങ്ങളില്ല. അതോടൊപ്പം തന്നെ നമുക്കറിയാം, അധ്വാനിച്ച് പണം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ആ പൈസയെ കൊണ്ട് പണിയെടുപ്പിച്ച് അതിൽ നിന്ന് വലിയൊരു എമൗണ്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെയുള്ളവർക്ക് രക്ഷപ്പെടാൻ സാധിക്കൂ. അതോടൊപ്പം നമ്മുടെ പ്രകൃതി, നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം എന്നറിയപ്പെടുന്ന നമ്മുടെ കൊച്ചു കേരളം, നമുക്കറിയാമെന്ന് ഇവിടെ കൃഷി എന്ന് പറയുന്നത് വളരെയധികം ഒരു ശോകമായ അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. റിയൽ എസ്റ്റേറ്റ് മേഖല സ്തംഭിച്ചു കിടക്കുകയാണ്. ടൂറിസം വളരെയധികം പേരുള്ള ഒരു സംസ്ഥാനമാണ് കേരളമെങ്കിലും അതിന്റെ റേഷ്യോ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഞങ്ങൾ കൃഷിയെ അതോടൊപ്പം തന്നെ റിയൽ എസ്റ്റേറ്റിനെയും അതോടൊപ്പം തന്നെ ടൂറിസത്തിനെ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഒരു പുതിയ പ്രൊജക്ട് അവതരിപ്പിച്ചപ്പോൾ 2026 ജനുവരിയിൽ വിൽപ്പന തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രൊജക്ട് 2025 ഡിസംബറോടുകൂടി 80% വിറ്റ് തീർന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഞങ്ങളുടെ നിയോഗം ഇതിലാണ്, പ്രകൃതിയെ സംരക്ഷിക്കാൻ, കൃഷിക്ക് ഊന്നൽ കൊടുക്കുക, അങ്ങനെ ഭൂമി ദേവിയെ സ്വന്തമാക്കിക്കൊണ്ട് ഭൂമി ദേവിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ആ ഒരു നിയോഗമാണ് ഞങ്ങളുടെ ജീവിതമെന്ന് ഞങ്ങൾ കണക്കാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണം എന്ത് ചെയ്യുമ്പോൾ അത് ഭൂമിയെ സംരക്ഷിച്ചുകൊണ്ട്, പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട്, കൃഷിക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ആ പ്രപഞ്ചം, ആ പ്രകൃതി ഇത്രയ്ക്കും നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത്